ഞാനീ ചെക്കനെ കണ്ടതേ ഇല്ലല്ലോ. നല്ല പീടിയൊക്കെ ഒന്നുണ്ട് നേരത്തെ സാധനം മേടിക്കാൻ. സന്ധ്യാമ്പാടെ കളിക്കാൻ പോകുന്നത് വേഗം വരണേ. ചെക്കനെ കാണുന്നേ ഇല്ലല്ലപ്പാ. വരൂലേ ഒന്ന് ചെറിയ കുഞ്ഞാട്ടാന്ന്. നല്ല ചെക്കൻ വരുന്നു. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അച്ഛ ചായ പിടിച്ചു വാ. ആ പിള്ളമാരെ രണ്ടെണ്ണം അങ്ങോട്ട് കളിക്കാൻ പോകുന്നുണ്ടായില്ല. അവർക്ക് ഇപ്പായി കളിക്കാൻ പോണ്ട്. രണ്ടാക്കി ഞാൻ നല്ല ചീത്ത കൊടുത്തിന്. വേഗം വരാൻ പറഞ്ഞു. കുഞ്ഞുള്ള മോനെ അവര് കളിച്ചിട്ട് വരട്ട്. ഓ അമ്മ കളിക്കാൻ പോകുന്നതായിട്ടൊന്നല്ല, ഈ സന്ധ്യ ആകുമ്പോ പോണാ. കുറച്ച് നേരത്തെ പോയി കളിച്ചൂടെ? മീൻ വാങ്ങിനെ അമ്മേ? ആ അച്ഛനും അമ്മക്ക് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതാ ഈത്തപ്പ കേട്ടാ, തിന്നോട്ടാ. രക്തം വരാൻ നല്ലതാണ്, രക്തം വരാൻ കേട്ടാ. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ, കറിയാക്കി കൊണ്ട് തരാം കേട്ടാ. തെരണ്ടിയാ, തെരണ്ടി മീനാ വെച്ച്. തെരണ്ടി കഷ്ണം മീൻ. അങ്ങോട്ട് പോവാന്നല്ലേ? നല്ല മഴ പിടിച്ചിട്ടുണ്ടല്ല. ഇതാ മീൻ വാങ്ങിനോട്ടാ. മറ്റേ കാക്കത്തരണ്ടിയാണ്, കഷ്ണാക്കിയതാണ്. പച്ചരി ഉണ്ട്, അരി ഉണ്ട്. സോപ്പ് വാങ്ങി എടുത്തു വച്ച കല. എന്തിനാ വേഗം പറഞ്ഞത്? ആരുമില്ല കളിക്കാൻ. ഓ അമ്മമ്മ കളിക്കാൻ ആരുമില്ല, മഴയല്ലേ വരുന്ന, അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു. പിള്ളേർക്കുണ്ട് ഈത്തപ്പഴ എടുത്തു വെച്ചാ കഴിയിട്ടുണ്ടേ. കൂടെ കഴിക്കാം, ഒന്നാ കഴിക്കാം. കഴിക്കണോ? അപ്പൊ ഞാനില്ല അധികം കൂടിയിട്ട് നമ്മുടെ അത്താഴത്തിനുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേണ്ടിക്കറി. അപ്പോൾ ആദ്യം ഒന്ന് മുറിക്കട്ടെ. തേണ്ടിക്കറി വെക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ആദ്യം ഒന്ന് മുറിച്ചിട്ടില്ല. ഈ മീൻ നമ്മളിങ്ങോട്ട് കാക്കാത്തേണ്ടി എന്നാ പറയുന്നത് കേട്ടാ. തേണ്ടി മീൻ തന്നെ, പക്ഷെ ഇങ്ങോട്ട് കാക്കാത്തേണ്ടി എന്നാ പറയുന്നത്. അതെനിക്കറിയില്ല. മീൻ കാരണം അങ്ങനെയാ പറഞ്ഞു കാക്കാത്തേണ്ടി. അതറിയില്ല, കാക്കാത്തേരണ്ടി. അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ല വൃത്തിയുടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതുണ്ട്, പിന്നെ നമ്മുടെ കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, പിന്നെ ഇത് നമ്മളെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി 2 തരം അല്ലേ, കാശ്മീർ മറ്റേ സാധാ, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചൂടാക്കി വെച്ചതാണ് കേട്ടോ, ചൂടാക്കിയതാണ്. പിന്നെ ഇവിടെ വാളംപുളി വെള്ളമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ പിന്നെ ഇനി നമുക്ക് കറിയാക്കാൻ തുടങ്ങാം. അങ്ങനെ നമ്മുടെ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കുക. റബ്ബറിൻ്റെ പറയാൻ കൊണ്ട് വേഗം കത്തുന്നുണ്ട് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പുകയല്ല. അടുത്ത നമ്മളെ ചെറിയ ഉള്ളിയാ ചതച്ചത്. കത്തുന്നില്ലേ? അപ്പം നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചൂടാക്കിയതാണ്, വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ വാളംപുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ, മതി. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക.
ഉപ്പ് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. കല്ലും മസാലയിൽ മുങ്ങിക്കിടക്കട്ട്. പോകട്ടെ. ഇപ്പം എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബന്ധു അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ടേ, ഇത് വിതറി കൊടുക്കാം. നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കുരുമുളക് പൊടി ഒന്ന് കറിയിൽ പോകട്ടെ കേട്ടോ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ ഇളം ചൂടിൽ, ഈ കനലിൻ്റെ ചൂടിലൊന്ന് അടുപ്പിലൊന്ന് ഇരിക്കട്ടെ കേട്ടോ. അവിടെ പൊത്തി വെക്കാം. പൊത്തി വെച്ചേ. ഓക്കെ, അങ്ങനെ നമ്മുടെ തേണ്ടി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അച്ഛനും അമ്മക്ക് തന്നെ കൊണ്ട് കൊടുക്കാം. കുറച്ചും കൂടെ കുറുകാനുണ്ട്. അവരിപ്പം ചോറ് കഴിക്കും കേട്ടോ. ചോറില്ല, ചപ്പാത്തി അല്ലേ. പാത്രം എടുക്കറ. അച്ഛൻ സാറ് കൊണ്ട് കൊടുത്തിട്ടോ. ഇപ്പം അവർ കഴിക്കും, വേഗം കൊണ്ട് കൊടുത്തിട്ടോ. ബാക്കി അവിടെ നിന്ന് വെച്ചേ അടുപ്പത്ത് ചൂട് ഒന്ന് ഇതാവട്ടെ, കുറുകിക്കോളും. ഇത് വേഗം പോയിട്ടോ. ടോർച്ചാ. അങ്ങനെ ഇന്നത്തെ അത്താഴം കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം കുറേ കൂടെ കുറുകിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചാറാക്കി മതി. കുറച്ച് ചാറാക്കി. അടുപ്പിൻ്റെ തളമണി ഇരുന്നിട്ടാണ്. അപ്പോൾ കുറച്ച് ഇത് ചാറ്, നല്ല കുറുകിയ ചാറ്, നല്ല ചൂട് ചോറ്. ഓട്ടെ. നല്ല കറിയാണ് കേട്ടോ. ഒന്നും കറിയല്ല, നല്ല കറിയാണ്. നല്ല ചിക്കൻ കറി പൊളിയുണ്ട് കേട്ടോ. അടിപൊളി മസാല. ഇതിൻ്റെ പീസാണ്. ചോറിൻ്റെ ശേഷം ഇതിൻ്റെ പീസും ചാറും. തേണ്ടി വാങ്ങി ഇങ്ങനെ വെച്ച് നോക്കിക്കോ കേട്ടോ. സംഭവം സൂപ്പർ ടേസ്റ്റാണ്. പുളിശ്ശേരി ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തെയാണ്. കുറച്ച് പുളിശ്ശേരി ചാറ്, പിന്നെ കുറച്ച് ചാറും എല്ലാം കൂടി പെരക്കാം. അന്നപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. പിള്ളേരില്ലാത്തെല്ലാം കഴിക്കണം അത്രേ. ഞാനിന്ന് കുറച്ച് നേരത്തെ കഴിച്ചു.